ഇതൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ്. മറ്റേ നമ്മുടെ മെയിൻ വാട്ടർ ടാങ്കിൽ ക്ലോറിനേഷൻ ചെയ്യണ, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോറിനേഷൻ ചെയ്യണ ഒരു സിസ്റ്റമാണ് വാട്ടർ ഡോസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ PPM കാണിക്കുന്നില്ല. രാവിലെ വന്ന് നോക്കിയ ടൈമിൽ നമ്മൾ ചെക്കിങ് ടൈമിൽ വന്നപ്പോൾ നമ്മൾ ക്ലോറിൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഓഫ് പൊസിഷനിലാണ്, മോട്ടറൊന്നും വർക്കിംഗ് അല്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ട്രിപ്പായിട്ട് കിടക്കുകയാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ പമ്പ് റണ്ണാകാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അത് ട്രിപ്പായി കിടന്നതാണ്. പമ്പ് വർക്കിങ്ങാണ്. അപ്പോൾ അതിൻ്റെ PPM റീഡിങ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ച പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ആണ്, 0.55 ആണ്. അപ്പോൾ അത് ആ ഒരു ടൈമായിട്ടുണ്ടെന്നുണ്ട്. ഇവിടെ പമ്പ്, ഇതാണ് ഡോസ് ചെയ്യുന്ന പമ്പ്. ഈ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കും. നമ്മൾ ഒരു ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആകുമ്പോൾ നമ്മളെല്ലാ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇത് അതേപോലെ ചില്ലഡ് വാട്ടർ സിസ്റ്റം ത്തിൻ്റെ ഡോസിങ് സിസ്റ്റമാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോസിങ് സിസ്റ്റമാണ്. ഇത് വേറൊന്ന്, ഇത് ചില്ലഡ് പ്ലാന്റിൻ്റെ ഡോസിങ് സിസ്റ്റമാണ്. അതിൻ്റെ വേറൊരു ഡോസിങ് സിസ്റ്റമാണ് ഇത് ഹൈഡ്രോസോള്, അതുപോലെ കെമിക്കൽ ഡോസിങ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഓഫിലായി കിടക്കുന്നത്. നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഹാൻഡ് മോഡായിട്ട് നമ്മൾ കെമിക്കൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തണുപ്പ് കാലമായത് കാരണം കൊണ്ട് നമ്മൾ ചില്ല് വാട്ടറൊക്കെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ മാനുവലാണ് ഇപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്ത്.